അത് നമ്മുടെ ഈ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് വഴി നമ്മുടെ ഇളങ്ങുന്നപ്പുഴ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് വഴിയാണ്. അവർ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇവിടുത്തെ ശോചനീയാവസ്ഥ അറിയാൻ വേണ്ടി വന്നത്. അപ്പൊ ഇത് എത്ര നാളായി തകർന്നു കിടക്കണ സുനിച്ചേട്ടാ? വർഷങ്ങളായി അല്ലേ? അപ്പൊ ഇവിടെ മാറി മാറി വന്ന ആൾക്കാരും ഇത് തിരിഞ്ഞു നോക്കല്ല അല്ലേ? അപ്പൊ നിങ്ങൾ ഗ്രാമസഭയിലൊക്കെ അവതരിപ്പിച്ചിട്ട് ഒരു താല്പര്യമില്ലാത്ത കേസുമാര് വരേണ്ടത്. അപ്പൊ റോഡിന്റെ സ്ഥിതി ഇതാണ്. അപ്പൊ നമ്മുടെ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡാണ്. ഇപ്പം നേരത്തെ 2-ാം വാർഡായിരുന്നു, ഇപ്പോൾ 1-ാം വാർഡാണ്. അപ്പോൾ 1-ാം വാർഡ് മെമ്പറിൻ്റെ അറിവിലേക്കും ഈ റോഡ് വർഷങ്ങളായി ഇതേപോലെ കിടക്കണേന്ന് അറിയണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഗ്രാമസഭയിൽ ഞങ്ങൾ അന്ന് കഴിഞ്ഞ മെമ്പറിൻ്റെ സമയത്ത് കൂടിയപ്പോൾ ഇത് പറഞ്ഞത് MLA ഫണ്ടിൽ പാസ്സായി എന്നാണ് പറഞ്ഞത്. പക്ഷേ MLA ഫണ്ടിൽ ഇതായിട്ട് പിന്നെ ആളെ കിട്ടാനില്ല, അതില്ല, എല്ലാ ഒരേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫണ്ട് പാസ്സായെങ്കിൽ MLA ഫണ്ടിൽ പാസ്സായെങ്കിൽ അത് ഈ പ്രാവശ്യത്തെ ഇതിലാണെങ്കിലും നമുക്കത് പഞ്ചായത്ത് അത് ചെയ്യാൻ പറ്റും. കാരണം MLA ഫണ്ട് 2 എണ്ണം പാസ്സായത് വളപ്പിൽ. പക്ഷേ ഇപ്പോൾ പുതിയ മെമ്പർ വന്നപ്പോൾ പറഞ്ഞത് ഒന്നില്ലാത്ത കാണാനില്ലെന്ന് പറഞ്ഞത്. കാണാനില്ലെന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു ഫണ്ട് പാസ്സായിട്ടില്ലെന്നാണ് അവർ ഇപ്പോഴത്തെ മെമ്പർ പറയണ. അപ്പോൾ നമ്മളെ എല്ലാവരും ഒരു പറ്റിക്കൽ മാതിരിയായി പോയി അല്ലേ? സംഗതി പറ്റിക്കൽ മാതിരി പോയി. ഈ റോഡിന് ഇപ്പോൾ വല്ല പേരുണ്ട് ചേട്ടാ? വിഷമാൻ റോഡ്. നേരത്തെ 2-ാം വാർഡായിരുന്നു, 1-ാം വാർഡ്. ഇപ്പോൾ 1-ാം വാർഡിൻ്റെ ഇതിലാണ്. ഇത് ആവശ്യതയായതുകൊണ്ട് ഈ ചേട്ടന്മാർ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മുടെ നാടും റോഡൊക്കെ നന്നായി കിടക്കണം, നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമല്ലേ? അപ്പോൾ ഇളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും പിന്നെ ഇവിടുത്തെ മെമ്പറും അവർ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഈ ചേട്ടന്മാർ പറഞ്ഞ കാരണമാണ് ഞാനിത്. ആരെയും കുറ്റപ്പെടുത്തണമല്ല, നമ്മുടെ നാടും നഗരമൊക്കെ നന്നായി കിടക്കണ വൈപ്പിങ്കരക്കാരുടെ ഒരു യശസ് വരുത്തണല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടേ ഈ ചേട്ടന്മാർക്ക് പറയാനുള്ളത് കൂടി കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വിലയിരുത്ത് എന്ത് വേണം, ഈ റോഡിനെ കുറിച്ച് എന്ത് വേണം. ഈ പടിഞ്ഞാട്ട് പോകുന്തോറും റോഡിൻ്റെ ശോചനീയാവസ്ഥ കാണിക്കാൻ വേണ്ടി ഞാൻ നടന്നാണ് ഇവരെ കൂടി വീഡിയോ എടുക്കണം. അപ്പോൾ അതുകൊണ്ടേ ഇത് നമ്മുടെ അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും വോട്ട് മേടിച്ച് പോകണമല്ല, സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണ മെമ്പർമാർ, വിളിച്ചാൽ എടുക്കാത്ത മെമ്പർമാർ, അങ്ങനെയല്ല നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണോ? നമുക്ക് കൈക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് സഹായിച്ചാൽ മാത്രമല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. മെമ്പറായാലും മന്ത്രി ആയാലും തമ്പുരാനായാലും അല്ലേ? അല്ലാണ്ട് വെറുതെ നാട് നന്നാവില്ല. നന്നാവോ? നാടും റോഡും ഒക്കെ നന്നാണെങ്കിൽ നിങ്ങൾ വിചാരിക്കണം എല്ലാവരും ഒക്കെ നികുതി തന്നെയല്ലേ? ഈ കാണാവുന്ന ചേട്ടന്മാരൊക്കെ നികുതി തന്നെയാണ് അല്ലേ? നികുതി പണം പഞ്ചായത്തിലേക്ക് എല്ലാം ഉണ്ട് അല്ലേ? അപ്പം കാര്യമായിട്ട് ഗൗരവമായിട്ട് എടുക്കണം. ഇത് നടന്നാണ് എടുക്കണത്. ഈ ചേട്ടന്മാരുടെ കൂടെ ഉണ്ട്. ഈ ചേട്ടന്മാരെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. അവരുടെ അഭിപ്രായം കൂടി നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തി നിങ്ങളുടേതായ കഴിവിനനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വൈപ്പിൻ MLA ടോണി ചമ്മണിയാണ് ഇതിലിടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കാണണം. വൈപ്പിൻ MLA പുതിയ ആളല്ലേ, അപ്പോൾ പുള്ളിക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ റോഡ് അങ്ങോട്ട് പോകുന്നതോറും തകർന്ന് കിടക്കുകയും. അപ്പോൾ ഞാൻ ഈ ചേട്ടന്മാരോട് ചോദിച്ചിട്ട് അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങൾ വിളിച്ചു ചോദിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ജനപ്രതിനിധികൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടല്ല നമുക്കൊരു ശാശ്വത പരിഹാരം കിട്ടണം. അപ്പോൾ ഈ റോഡിൻ്റെ അറ്റത്തേക്കാണ് നമ്മൾ എത്തണത്. ഇനി നമ്മുടെ സുനിച്ചേട്ടനും മറ്റേ ചേട്ടൻ വരുന്ന മധു ചേട്ടനും പറയും. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം വീഡിയോൻ്റെ ഇത് നിർത്തേണ്ട സമയമായി. അപ്പോൾ ഈ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പഞ്ചായത്തിനോട്? ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാവുന്നതും പെട്ടെന്നൊന്നും ഇത് ശരിയാക്കി
ഒന്ന് ടാർ ചെയ്യുക അല്ലെങ്കിൽ ടൈലിയുടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അപ്പോൾ നമ്മളെ ഇത് പഞ്ചായത്ത് ചെയ്തില്ലെങ്കിലും നമ്മളെ MLA-നോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാമല്ലോ. MLA ഫണ്ടിൽ നിന്ന് എടുത്താണെങ്കിലും നിങ്ങളുടെ ഈ കാര്യം നടക്കണം. നമുക്ക് രാഷ്ട്രീയമല്ല വലുത്, നാടാണ് വലുത് അല്ലേ? അപ്പോൾ നാട് നന്നാണം, രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് വയസ്സായ ആൾക്കാർ വരെയും ഇവിടെ തട്ടി വീഴുന്നുണ്ട്. കാരണം ഇവിടെ രണ്ടാം വാർഡിലായിരുന്നപ്പോഴും നമ്മൾ ഇതുവരെ ഇവിടെ LDF മാത്രം ചേർന്ന ആള് ഒരു പ്രാവശ്യം മാത്രം ഇവിടെ ശ്യാമലാക്ഷി മാത്രം ജയിച്ചിട്ടുള്ളൂ. ഒരു പ്രാവശ്യം മാത്രം ശ്യാമലാക്ഷി ജയിച്ചിട്ടുള്ളൂ. കോൺഗ്രസിന് ചെന്നേക്കണം, ബാക്കി എല്ലാം ഇവിടെ LDF ആയിരുന്നു ജയിച്ചേക്കണത്. പക്ഷേ വികസനം മാത്രം ഇല്ല. അപ്പോൾ അതുകൊണ്ടേ ഈ വീഡിയോ കാണുന്നവർ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ എല്ലാവരും രാഷ്ട്രീയക്കാരെല്ലാവരും കാണാനാണ്. ഇത് രാഷ്ട്രീയമല്ല, ഇത് ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഇത് കുറച്ച് കാലമായി അത് എത്തിക്കണമെന്ന് പറഞ്ഞ കാരണം ഞാൻ വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക.